ആഴ്ചകൾ നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ജില്ലാ പോളിംഗ് ബൂത്തിലേക്ക്. ഓണാട്ടുകരയിലെ പ്രധാന മണ്ഡലങ്ങളായ കായംകുളം, മാവേലിക്കര, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ പൊടിപാറുന്ന മത്സരമാണ് നടക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ കെ ഇമ്പശേഖർ അറിയിച്ചു. ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ ചടുല പ്രചാരണത്തിനൊടുവിൽ ജില്ല വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്കെത്തും. തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ അറിയിച്ചു. ജില്ലയിൽ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ. ഈ 9 മണ്ഡലങ്ങളിലും 3 മുന്നണികളും വാശിയേറിയ മത്സരമാണ് നടത്തിയത്. ഓണാട്ടുകരയിലെ കായംകുളം, മാവേലിക്കര, ഹരിപ്പാട് മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പലയിടത്തും ത്രികോണ മത്സരങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന കലാശക്കൊട്ട് ആവേശം വാനോളമുയർത്തുന്നതായിരുന്നു. കായംകുളം, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായതൊഴിവാക്കിയാൽ പൊതുവിൽ കലാശക്കൊട്ട് സമാധാനപരമായിരുന്നു. ജില്ലയിൽ 1898 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ സംവിധാനത്തിൽ ആണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിലെ ആകെയുള്ള 1898 പോളിംഗ് സ്റ്റേഷനുകളിലും ഹരിതചട്ടം കർശനമായി പാലിക്കും. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലും ഓരോ മാതൃകാ ഹരിത ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.